എല്ലാവർക്കും എക്സാം ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ CBSE +2 എക്സാം സീരീസിൻ്റെ 4th വീഡിയോ ആണ്. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൾറെഡി എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് എഴുതും എന്നുള്ളതും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? It is allowed to compensate a partner for contributing capital to the firm in excess of the profit sharing ratio. അതായത് പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ അല്ലേ. സോ അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം കോമ്പൻസേഷനായിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് അലോ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദി എഗ്രീഡ് റേറ്റ് വിത്ത് റെഫറൻസ് ടു ദ ടൈം ക്യാപിറ്റൽ ഹാസ് ബിൻ യൂസ്ഡ് ഇൻ ദ ബിസിനസ്സിൽ എത്ര എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊരു എഗ്രീഡ് റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് 3 ടേമുകളാണ് പറയാനുള്ളത്: ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ആൻഡ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെയിനായിട്ടും എന്താണ്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് എന്താണ്, 1st April to 31st March ആണ് അല്ലേ. സോ 1st April നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. സോ ഇൻട്രസ്റ്റ് യൂഷ്വലി നമ്മൾ അലോ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ്. ഇഫ് നോ ഫർദർ ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റഡ് ഓർ വിഡ്രോൺ ഡ്യൂറിംഗ് ദി ഇയർ. ആ വർഷം പ്രത്യേകിച്ച് വിഡ്രോവലോ അഡീഷണൽ ക്യാപിറ്റലോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മേലായിരിക്കും എപ്പോഴും ഇൻട്രസ്റ്റിനെ അലോ ചെയ്യുക. പിന്നെ പറയുന്നതാണ് അഡീഷണൽ ക്യാപിറ്റൽ. ഇനി അഡീഷണൽ ക്യാപിറ്റൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ടിൽ ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, സപ്പോസ് ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് 10 lakh ആയിരുന്നു, ഒരു 5 lakh കൂടി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അന്ന് തൊട്ട് ആ അക്കൗണ്ടിങ് ഇയർ എന്നാണോ എൻഡ് ചെയ്യുന്നത് അന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുവെങ്കിൽ, ഇഫ് ക്യാപിറ്റൽ ഇസ് വിഡ്രോൺ, ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അലൗഡ് ഓൺ ദി എമൗണ്ട് വിഡ്രോൺ ഫ്രം ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടിൽ ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. നമ്മൾ ഇപ്പോൾ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തു, ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 lakh ആയിരുന്നു, അതിൽ നിന്ന് നമ്മളൊരു 2 lakh വിഡ്രോ ചെയ്തുവെങ്കിൽ എന്നാണോ വിഡ്രോ ചെയ്തത് അന്ന് വരെ നമ്മൾ അക്കൗണ്ടിങ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ടു ഡേറ്റ് ഓഫ് വിഡ്രോവൽ വരെ മാത്രമായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന അന്ന് വരെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ വിഡ്രോ ചെയ്ത ഫണ്ടിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സോ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും വിഡ്രോവൽ ഓഫ് ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺലി അൺലെസ് സ്പെസിഫൈഡ് ആസ് ചാർജ്. അതായത് പ്രത്യേകിച്ച് ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എപ്പോഴും പ്രോഫിറ്റിൽ നിന്നായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യുക. സോ പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രം പേ ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, ഏത് സിറ്റുവേഷനിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ പേ ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എടുക്കുകയുള്ളൂ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യാനുള്ള റീസൺസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഡിഫറെൻറ്റ് ക്യാപിറ്റൽ ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് പാർട്ട്നേഴ്സ് ഫേമിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വലിയും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് ഡിഫറൻറ്റും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ABC 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. A ഒരു 8 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തു, B ഒരു 6 lakh കോൺട്രിബ്യൂട്ട് ചെയ്തു, C ഒരു 5 lakh കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഡിഫറെൻ്റ് ആണ് അല്ലേ. A കോൺട്രിബ്യൂട്ട് ചെയ്തത് 8 ലക്ഷമാണ്, B കോൺട്രിബ്യൂട്ട് ചെയ്തത് 6 ലക്ഷമാണ്, C കോൺട്രിബ്യൂട്ട് ചെയ്തത് 5 ലക്ഷമാണ്. ബട്ട് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെയിം ആണ്, ബട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ ഡിഫറെൻ്റ് ആണ്. സോ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത പാർട്ട്ണറിന് എന്തായാലും കൂടുതൽ ബെനിഫിറ്റ് കിട്ടണമല്ലോ. സോ ആ ബെനിഫിറ്റ് കിട്ടാനായിട്ട്, ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർക്ക് പേ ചെയ്യുന്നു. സോ കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഇപ്പോൾ 8 lakhൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്നതെങ്കിൽ 8 lakhൻ്റെ 10% ആണ്. അപ്പോൾ Aക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും, അതേസമയം Cക്ക് 5 lakh ഉള്ളൂ. 5 lakhൻ്റെ 10% ആയിരിക്കും നമ്മൾ എടുക്കുക അല്ലേ. സോ അവിടെ എന്താണ്, Cക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുക. സോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണെന്നുണ്ടെങ്കിലും
ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ വരുന്ന പാർട്ട്നേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടാനായിട്ട് നമ്മൾ മെയിനായിട്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ഡിഫറെൻറ്റ് ക്യാപിറ്റൽ അൺഈക്വൽ പ്രോഫിറ്റ് ഷെയർ. അതായത് ക്യാപിറ്റൽ ഡിഫറെൻ്റ് ആണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഡിഫറെൻ്റ് ആണ്. സെയിം ഇപ്പം നമ്മൾ പറഞ്ഞ സിറ്റുവേഷനോട് തന്നെ സിമിലർ ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അവിടെയും നമ്മൾ ഈ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടും. ക്യാപിറ്റൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻസി കണ്ടക്ട് ഓഫ് എ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഫോർ ഏർണിംഗ് മോർ പ്രോഫിറ്റ്. ഹെൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ജസ്റ്റിഫൈഡ് റിവാർഡ്. സോ കൂടുതൽ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്നു. സോ വെൻ പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി അലൗഡ്. അതായത് നമ്മൾ ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്, ക്യാപിറ്റൽ എത്രയാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതേ പ്രൊപ്പോർഷനിൽ തന്നെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട. കാരണം എന്താണ്, ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ ആണെങ്കിൽ എല്ലാവർക്കും അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഇംബാലൻസ് വരുന്നില്ല. ഈ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. സോ ഇംബാലൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. സോ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡിഫറെൻറ്റ് ക്യാപിറ്റലും ഈക്വൽ പ്രോഫിറ്റ് ഷെയറും, ഡിഫറെൻറ്റ് ക്യാപിറ്റലും അൺഈക്വൽ പ്രോഫിറ്റ് ഷെയർ വരുമ്പോഴും, അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഏർണിംഗ് കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് അതിൽ നമ്മൾ മെൻഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ പ്രൊവിഷൻ പഠിച്ച സമയത്ത് അവിടെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം അതേ കാര്യം തന്നെയാണ്. വെൻ ദർ ഇസ് നോ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ദർ ഇസ് നോ നീഡ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് അലോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ, ഡീഡ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ബട്ട് സ്റ്റിൽ സൈലന്റ് ഓൺ ചാർജ് ഓർ അപ്രോപ്രിയേഷൻ. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണോ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടുമില്ല. അവിടെ ലോസ് ഉണ്ടാകുകയുമാണെന്നുണ്ടെങ്കിൽ ലോസിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ഇൻട്രസ്റ്റ് അലോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റിന് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് തരുമ്പോൾ അവിടെ നെറ്റ് ലോസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് അലോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഡീഡ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ബട്ട് സൈലന്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്താണ് അതിൻ്റെ ചാർജ് ഓർ അപ്രോപ്രിയേഷനെ കുറിച്ച് സൈലന്റ് ആണ്, ബട്ട് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് അലോ ചെയ്യാം. ലോസ് ഉള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോ ചെയ്യാതിരിക്കുന്നത്. ദെൻ ഡീഡ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ബട്ട് സൈലന്റ് പ്രോഫിറ്റ് ലെസ് ദാൻ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും അപ് ടു പ്രോഫിറ്റ് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടോ അത്രയും വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റിനെ അലോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഏത് റേഷ്യോയിലാണ് വരുന്നത് ആ റേഷ്യോയിലായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി ഡീഡിൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അതുപോലെ തന്നെ ചാർജ് ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് അലോഡ് വെദർ പ്രോഫിറ്റ് ഓർ ലോസ് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അതായത് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ സംബന്ധിച്ച് പ്രൊവിഷൻസ് വരുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സെയിം എൻട്രീസ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഫിക്സഡ് ക്യാപിറ്റലിൻ്റെയും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ആവുന്ന സമയത്ത് എന്താണ്, അലോ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും, ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ എങ്ങനെ വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും വരും. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് രണ്ട് മെത്തേഡിലും സെയിം ആണ്. ഫസ്റ്റ് എൻട്രിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരിടത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ഒരിടത്ത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടുമാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഈ രണ്ട് മെത്തേഡ് തമ്മിൽ നമുക്ക് വരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:3 വിത്ത് ക്യാപിറ്റൽ. എക്സിൻ്റെ ക്യാപിറ്റൽ 2 lakh ആണ്, വൈയുടെ ക്യാപിറ്റൽ 1 lakh ആണ്.
അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന പാസ്റ്റ് നെസസറി ജേണൽ എൻട്രീസ് ഓർ എൻട്രീസ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2023 ഇൻ ഈച്ച് ഓഫ് ദി ഓൾട്ടർനേറ്റീവ് കേസസ്. നമുക്ക് കുറച്ച് ഓൾട്ടർനേറ്റീവ് കേസസ് ഓരോ കേസസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, 6% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വൈഡിയ സെപ്പറേറ്റ് നമ്മൾ എടുക്കുമ്പോൾ 12,000-ഉം 6,000-ഉം വെച്ച് വരും. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 20,000. പ്രോഫിറ്റ് 20,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രൊവിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഡീഡ് അനുസരിച്ചിട്ട് അവിടെ കൊടുക്കണ്ട എന്നുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനെ 20,000 നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 20,000. ദെൻ അതിനുശേഷം എന്താണ്, നമുക്കിവിടെ ഡീഡിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെ ഡയറക്റ്റ്ലി പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ എന്താ ജേണൽ എൻട്രി വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 8,000-ഉം 12,000-ഉം ആണ്. 2:3 നമ്മൾ 20,000-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000-ഉം 12,000-ഉം ആണ് നമുക്ക് വരുന്നത്. അതാണ് ഫസ്റ്റ് കേസിൻ്റെ ആൻസർ വരുന്നത്. ഇനി കേസ് 2ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് 6%-ലും അതുപോലെ തന്നെ എന്താണ് ലോസ് 15,000-ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്നില്ല, ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയും ഏത് എൻട്രി തന്നെയാണ്, ഇപ്പോൾ പറഞ്ഞ അതേ എൻട്രി തന്നെയാണ്, പക്ഷേ ഉള്ളി ഡിഫറൻസ് എന്താണ്, ലോസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15,000 എന്നായിരിക്കും നമുക്ക് ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന എൻട്രി. പിന്നെ അതിനുശേഷം എന്താണ്, പാർട്ട്നേഴ്സിന് ലോസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 15,000 ആണ് നമുക്ക് ലോസ് തന്നിരിക്കുന്നത്. 15,000 നമ്മൾ എന്ത് ചെയ്യണം, 2:3 റേഷ്യോയിൽ എക്സിനും വൈക്കും ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് എത്ര വരും, 6,000-ഉം 9,000-ഉം ആണ് ആൻസർ വരുന്നത്. സോ ലോസ് ഉള്ള സിറ്റുവേഷനിലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പിന്നെ നമുക്ക് തേർഡ് കേസ് വരുന്നത്, തേർഡ് കേസിൽ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 21,000. ഇവിടെ പ്രോഫിറ്റ് 21,000 ആണ്, ഇൻട്രസ്റ്റ് 6% പെർ ആനം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്രോഫിറ്റിനെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 21,000 ആണ് നമുക്ക് എൻട്രി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എമൗണ്ട് വരിക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, 6% വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് 2 lakhും 1 lakhും ആണ് നമുക്ക് ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. എക്സിൻ്റെ 2 lakh ആണ്, 2 lakhിൻ്റെ 6%-ഉം വൈയുടേത് 1 lakh ആണ്, 1 lakhിൻ്റെ 6%-ഉം വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി ആണ് നമുക്ക് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 18,000 ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000 ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 6,000. ദെൻ ഇത് മാത്രം പോരാ, ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും കൂടെ വേണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 18,000. ദെൻ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യും. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ ഓൾറെഡി നമുക്കുള്ള പ്രോഫിറ്റ് 21,000, അതിൽ 18,000 ആണ് നമുക്ക് അപ്രോപ്രിയേഷൻ വരുന്നത്. സോ ഡിഫറൻസ് എത്രയാണ് വരുന്നത്, 3,000 ആണ് അല്ലേ. സോ 3,000 നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000 നമ്മൾ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം, 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എക്സിനും വൈക്കും 1,200-ഉം 1,800-ഉം വെച്ച് വരുന്നു. അതാണ് കേസ് 3യുടെ ആൻസർ നമുക്ക് വരിക. സോ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷനേക്കാൾ കൂടുതലാണ്, നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റ് ഉണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. അടുത്തത് കേസ് 4 ആണ്. ഇവിടെ നമുക്ക് വരുന്നത് ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം ആസ് എ ചാർജ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 20,000. ഇവിടെ നമുക്ക് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് 20,000 ആണ്. സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്താണ് വരുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സും വൈയും, എക്സിൻ്റെ വൈയുടെ സെപ്പറേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. 2 lakhിൻ്റെയും അതുപോലെ തന്നെ 1 lakhിൻ്റെയും 6% വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12,000ഉം 6,000ഉം വരും, ടോട്ടൽ 18,000. ദെൻ അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കാണ്, അത് ശ്രദ്ധിച്ചോണം. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്കല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 18,000 ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്? നമുക്ക് 20,000 ആയിരുന്നു അവൈലബിൾ. അതിൽ നിന്ന് 18,000 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തു. ബാക്കി നമ്മുടെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ? 2,000 മാത്രമേ ഉള്ളൂ. അതിനെ വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. 20,000 മൈനസ് 18,000, റിമൈനിങ് എമൗണ്ട് 2,000 ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 2,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 2,000. അപ്പോൾ ഇപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന് 2,000 മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ് ആയിട്ട്, വേറെ ഐറ്റംസ് ഒന്നും എഴുതാനില്ല. അതുകൊണ്ട് ഈ 2,000 നമുക്ക് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 2:3 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. സോ 2,000 2:3 ഡിവൈഡ് ചെയ്യുമ്പോൾ 800ഉം 1,200ഉം വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 800ഉം 1,200. അതാണ് കേസ് 4. ഇനി കേസ് 5. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം ആസ് എ ചാർജ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 2,000. അപ്പോൾ ഇവിടെ നമുക്കും ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,000 ആണ്. സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സെയിം എമൗണ്ട്സ് സെയിം ആണ്, അതിന് വ്യത്യാസമൊന്നുമില്ല, സെയിം എൻട്രിയുമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000ഉം 6,000ഉം ടോട്ടൽ 18,000 വരും. അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 18,000 ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആകെ അവൈലബിൾ പ്രോഫിറ്റ് 2,000 ആണ്. അവിടെ 18,000 നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യാനുണ്ട്. സോ അത് പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി റിമൈനിങ് 60,000 വരുന്നത് നെറ്റ് ലോസ് ആണ്. 2,000 നിന്ന് 18,000 മൈനസ് ചെയ്താൽ നമുക്ക് 16,000 നെറ്റ് ലോസ് ആണ് വരുന്നത്. സോ അത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 16,000 വരും. ഇത് നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ആണ്. സോ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് വൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 16,000നെ നമ്മൾ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സോ 6,400ഉം 9,600ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കേസ് 6 ആണ്. കേസ് 6ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം ചാർജ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദി ഇയർ ഈസ് 18,000. ഇവിടെയും ചാർജ് ഓൺ പ്രോഫിറ്റ് ആണ്, ബട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് 18,000 ഉണ്ട്. അതായത് എത്രയാണോ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത് അതേ എമൗണ്ട് തന്നെയാണ്. സോ മൊത്തത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അതായത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റും ലോസും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വരുന്ന എൻ്റയർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നു. അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 18,000 നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള പ്രോഫിറ്റ് 18,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് നമുക്ക് പേ ചെയ്യേണ്ടതും 18,000. സോ എന്ത് ചെയ്യുന്നു? അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി അവിടെ ഉണ്ടാവില്ല. ബിക്കോസ് ഇവിടെ പ്രോഫിറ്റും ലോസും രണ്ടും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ഈ 2 എൻട്രി മാത്രമായിരിക്കും ഈ സിറ്റുവേഷനിൽ നമുക്ക് വരിക. അപ്പോൾ മൊത്തത്തിൽ ഈ കേസുകളുടെ ഒരു ക്വിക്ക് സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ് പ്രൊവിഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അവിടെ നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അലോ ചെയ്തിട്ടില്ല. സെക്കൻഡ് കേസിലും അലോ ചെയ്തിട്ടില്ല. തേർഡ് കേസിൽ നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. 4th, 5th, 6th കേസിൽ നമുക്ക് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമുക്ക് 18,000 ഉണ്ടായിരുന്നു. എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 18,000 ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് 2,000 ആയിരുന്നു. നമ്മളത് 2:3 വന്നിരിക്കുന്ന എമൗണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നീട് 18,000 ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നെറ്റ് ലോസ് 16,000 ആയിരുന്നു. അതിനെ നമ്മൾ 2:3 ഡിവൈഡ് ചെയ്തു. പിന്നീട് ലാസ്റ്റ് വന്ന കേസിൽ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇൻട്രസ്റ്റ് വന്നിരുന്നത് 18,000 ആണ്. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അവിടെ അപ്രോപ്രിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. ഇതാണ് മൊത്തത്തിൽ ഈ 6 കേസസിൻ്റെയും ഒരു മൊത്തത്തിലുള്ള നമ്മൾ ക്വിക്ക് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ.
Next question. A and B have capital 4 lakh and 2 lakh respectively, and interest on capital is to be charged at 6%. Profit sharing ratio 2:3, and the net profit available 30,000. So ഇവിടെ നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ്. സോ ഫസ്റ്റ് തിങ് വി നീഡ് ടു കാൽക്കുലേറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 4 lakhൻ്റെ 6% ഫോർ എ 24,000, 2 lakhൻ്റെ 6% 12,000. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ വരുമ്പോൾ നമുക്ക് എത്ര വരും? 36,000 വരും. പക്ഷേ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് അപ്രോപ്രിയേഷൻസ് ചാർജ് ചെയ്തിരിക്കുന്നത് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റ് ഇല്ല, അഡിക്വേറ്റ് പ്രോഫിറ്റ് ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെയും ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് പ്രോഫിറ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കൊടുക്കാനുള്ള അപ്രോപ്രിയേഷൻസിനെ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് എയുടെ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് 24,000 ആണ്, ബിയുടെ അപ്രോപ്രിയേഷൻ 12,000 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ 24,000നെയും 12,000നെയും റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 24,000 ഈസ് ടു 12,000. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഷോർട്ട് ചെയ്യാം. 24:12 എന്ന് വരും. ഇതിനെ വീണ്ടും നമുക്ക് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതിലേക്ക് വരാം? 2:1 എന്നുള്ള റേഷ്യോയിലേക്ക് വരാം. സോ അപ്രോപ്രിയേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ അവൈലബിൾ പ്രോഫിറ്റ് 30,000 എഴുതുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ 30,000 ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് അല്ല. 30,000നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 20,000 10,000 വരും. അതായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണ്? നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് ഉള്ള പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ അപ്രോപ്രിയേഷൻസിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 20,000ഉം 10,000ഉം വരും. സോ നമുക്ക് ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് അപ്രോപ്രിയേഷൻസിനെ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ റേഷ്യോയിലായിരിക്കും നമ്മൾ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വരുന്ന ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Atul and Bhaskar are partners sharing profit and losses in the ratio 2:3. Their capitals are 4 lakh and 2 lakh. Interest is to be allowed at 6% per annum. Whether the firm earns profit or incurs loss, they have to pay interest on capital. That means അതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവരത് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൈലബിൾ പ്രോഫിറ്റ് ഈസ് 30,000. സോ വെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ്. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് മീൻസ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലല്ല നമ്മൾ എടുക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. സോ ആ ക്വസ്റ്റിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റിന് മുൻപ് നമുക്കുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. 4 lakhും 2 lakhും ആണ് നമുക്ക് എമൗണ്ട് വരുന്നത്. സോ 4 lakhിൻ്റെയും 2 lakhിൻ്റെയും എന്ത് ചെയ്യണം? 6% വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം 6% വെച്ച് നമുക്ക് വരുന്നത് 4 lakhിൻ്റെ 24,000ഉം 2 lakhിൻ്റേത് 12,000 ആണ് നമുക്ക് വരുന്നത്. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എമൗണ്ട്സ്. സോ അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 24,000 and 12,000 ടോട്ടൽ 36,000 വരും. സോ നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ലോസ് 6,000 ആണ് വരുന്നത്. ഈ നെറ്റ് ലോസിനെ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ 6,000 ട്രാൻസ്ഫർ ചെയ്തു. നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യാനില്ല, ഡിവൈഡ് ചെയ്ത് എടുക്കാനായിട്ടില്ല. നമുക്ക് നെറ്റ് ലോസ് മാത്രമേ ഉള്ളൂ. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്, ക്രെഡിറ്റിലല്ല. വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് വരുന്നത്? 2:3 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 6,000നെ 2:3 റേഷ്യോയിൽ 2,400ഉം 3,600ഉം വെച്ചിട്ട് നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യുന്നു. സോ ക്വസ്റ്റ്യനിൽ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അവിടെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിറ്റർമൈനിങ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതായത് ചില ക്വസ്റ്റനിൽ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റനിൽ ക്യാപിറ്റൽ ആസ് ഓൺ ദ ഡേറ്റ് 31 മാർച്ച് എന്നുള്ളൊരു ഡേറ്റ് ആയിരിക്കും ഒരു ഇയറിൻ്റെ. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 2023 ഏതെങ്കിലും ഇയറിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ തരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്തോണം. നമുക്ക് പലപ്പോഴും വരുന്ന മിസ്റ്റേക്കുകളാണത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും രണ്ട് രീതിയിലാണ്. വേറെ ഒന്നുമില്ല, നമ്മളവിടെ എഴുതുന്ന ഐറ്റംസ് ആഡും ലെസ്സും ഒക്കെ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ എഴുതുന്ന ഐറ്റംസ് എന്താണ്? വിഡ്രോവലും അഡീഷണൽ ക്യാപിറ്റലുമാണ്. സോ ഈ രണ്ട് ഐറ്റം മാത്രമേ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരിക്കും. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വിഡ്രോവൽ ആഡ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. ദെൻ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഈ കിട്ടുന്ന ക്യാപിറ്റലിൻ്റെ ബേസിസിലായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫിക്സഡ് ക്യാപിറ്റൽ എന്ത് മാത്രമേ ഉള്ളൂ? ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ വിഡ്രോവൽ ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക. അന്നേരം നമുക്ക് ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഇയർ കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ ഇനി ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ കുറച്ച് അധികം ഐറ്റംസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഐറ്റംസ് ഒക്കെ തന്നെ നമുക്കിവിടെ ആഡ് ലെസ്സും ചെയ്യാനായിട്ട് എടുക്കണം. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൽ നിന്നുള്ള വിഡ്രോവൽ ഉണ്ടെങ്കിൽ അത്, പ്രോഫിറ്റിൽ നിന്നുള്ള വിഡ്രോവൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്. ലെസ് ചെയ്യാനായിട്ടുള്ളത് അഡീഷണൽ ക്യാപിറ്റൽ, പാർട്ട്നർ സാലറി ഓർ റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഐറ്റംസ് നോക്കിയാൽ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഐറ്റംസ് നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ആഡ് ലെസ്സും ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി തന്നെ ഫോർമാറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അതേ ഐറ്റംസ് തന്നെയാണ് നമ്മൾ ആഡ് ലെസ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. പിന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഇത് പ്രത്യേകം പഠിക്കാനില്ല, പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെബിറ്റ് ഐറ്റംസ് ആഡ് ചെയ്യുകയും ക്രെഡിറ്റ് ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടുന്നു. അപ്പോൾ ആ ഫോർമാറ്റ് പഠിക്കുക. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ്, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. അവരുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് 7 lakhും 6 lakhും തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. എയുടെ ഡ്രോയിങ്സ് 75,000, ബിയുടെ ഡ്രോയിങ്സ് 50,000. ബി ഒരു അഡീഷണൽ ക്യാപിറ്റൽ 1 lakh ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ 15,000, ബി 10,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എ 7,500, ബി 5,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് 1 lakh ഈച്ച്. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് തന്നെ ചെയ്യാം, സെപ്പറേറ്റ് എഴുതി ചെയ്യണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് രണ്ടുപേരുടെയും തന്നിട്ടുണ്ട്, 7 lakhും 6 lakhും. അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റംസ് ഡ്രോയിങ്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആണ് ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. രണ്ട് പാർട്ട്നേഴ്സിൻ്റെ നമ്മൾ എഴുതുന്നു. എയുടെ 75,000 ഡ്രോയിങ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 7,500 ഉണ്ട്, ബിയുടെ 50,000 ഡ്രോയിങ്സ് ഉണ്ട്, 5,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയ്ക്ക് 7,82,500ഉം ബിക്ക് 6,55,000ഉം കിട്ടുന്നു. ഇനി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഐറ്റമാണ്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്, എയ്ക്ക് 15,000, ബിക്ക് 10,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് വരുന്നത് 1 lakh ഈച്ച്. ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ വരുന്നത്? 6,67,500ഉം 4,45,000 നമുക്ക് ബിക്ക് ആൻസർ വരുന്നത്. അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 6,67,500ഉം ബിയുടേത് 4,45,000ഉം. ഇത്രയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സപ്പോസ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6,67,500ൻ്റെയും 4,45,000ൻ്റെയും ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ പ്രോഫിറ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ലോസ് വരുന്ന ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്.
C&DR partners, closing capital 7 lakh and 6 lakh, drawings 75,000, 50,000, additional capital 1 lakh introduce ചെയ്തു, interest on capital 15,000, 10,000, interest on drawings 7,500, 5,000, ഷെയർ ഓഫ് ലോസ് എന്ന് പറയുന്നത് 20,000 ഈച്ച്. അപ്പോൾ ഇതൊരു ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലോസിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫോർമാറ്റ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം, അതെല്ലാം സെയിം ആണ്. നമുക്ക് ലോസ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതി, ഡ്രോയിങ്സ് ആഡ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്തു, പിന്നെ എന്താ ആഡ് ചെയ്യാനുള്ള? ഷെയർ ഓഫ് ലോസും ആഡ് ചെയ്യാണ്ട് 20,000 ഈച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതും കൂടി ആഡ് ചെയ്യുന്നു. അഡീഷണൽ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് എത്ര വരുന്നു? ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് 7,87,500 5,65,000 ആൻസർ വരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത് പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് ലോസിൻ്റെയാണ്. അത് മാത്രമേ ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ വ്യത്യാസമുള്ളൂ. പ്രോഫിറ്റും ലോസും ആണെന്നുള്ളത്. ബാക്കി ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും നമുക്കവിടെ വരുന്നില്ല. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ. Ramesh and Naresh are partners in a firm. Their capital as on 1st April 2022 were 2,50,000 and 1,50,000 respectively. Their share profits equally. On 1st July 2022, they decided that their capital should be 2 lakh each. The necessary adjustment in the capital were made by introducing or withdrawing capital. Interest on capital is allowed at 8% per annum. Calculate interest on capital for both the partners for the year ended 31st March 2023. So, നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. സോ ഇവിടെ ആദ്യം ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, വിഡ്രോവൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം രമേശിൻ്റെ നോക്കാം. ഫസ്റ്റ് ഏപ്രിൽ ടു 30th ജൂൺ രമേശിൻ്റെ കയ്യിലുള്ളത് 2,50,000 ആണ്. നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 8% ആണ്. സോ ഏപ്രിൽ, മെയ്, ജൂൺ 3 monthsേ ഉള്ളൂ. സോ ഇൻറ്റു 3/12. സോ എങ്ങനെ കാൽക്കുലേഷൻ വരും? 2,50,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12. നമ്മൾ 5,000 കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ വന്നിരിക്കുന്നത് എത്രയാണ്? 2 lakh ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബോത്ത് ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ടു 2 lakh ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? 1st July ടു 31st March അഡീഷണൽ ക്യാപിറ്റൽ അല്ല, അവിടെ എന്താണ് വന്നിരിക്കുന്നത്? വിഡ്രോവൽസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? 2,50,000 നിന്നും 2 lakhിലേക്കാണ് പോയിരിക്കുന്നത്. സോ എന്താണ്? വിഡ്രോവൽസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ക്യാപിറ്റൽ 2 lakh ഉള്ളൂ. സോ 2 lakh ഇൻറ്റു 8/100 ഇൻറ്റു ജൂലൈ ടു 31st March വരെ 9 months ആണ്, ഇൻറ്റു 9/12 12,000 വന്നു. 5,000 12,000 ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 17,000 വന്നു. അതുപോലെ തന്നെ നരേഷിൻ്റെ നോക്കുകയാണെങ്കിൽ 1st April ടു 30th June 1,50,000 ആണ്. സോ 1,50,000 ഇൻറ്റു 8/100 ഇൻറ്റു 3 monthsൻ്റെ 3/12 3,000 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 1,50,000 നിന്ന് 2 lakh ആകണം, അതായത് കൂടുതൽ ക്യാപിറ്റൽ വരികയാണ്, 50,000 അഡീഷണലി വരികയാണ്. സോ 1st July ടു 31st March 9 months, 2 lakhിൻ്റെ 8% 9 monthsൽ 12,000. സോ ടോട്ടൽ വരുമ്പോൾ എത്ര വരും? 15,000 വരും. സോ രമേഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 17,000ഉം നരേഷിൻ്റേത് 15,000ഉം ആണ് വരുന്നത്. Okay, next question. X and Y are partners sharing profit and losses in the ratio 7:3. Their capital account as on 1st April 2022 were 5 lakh and 4 lakh. Partners are allowed interest on capital at 5% per annum. Drawings of the partners during the year ended 31st March 2023 were 72,000, 50,000 respectively. Profit for the year before allowing interest on capital and salary to Y at 5% per month was 8 lakh. 10% of net profit is to be set aside to general reserve. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 lakh ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലേക്ക് വേണം നമ്മളെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം എഴുതാനായിട്ട്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും
പാർട്ട്നേഴ്സിൻ്റെ സാലറിയും തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എഴുതുക. സാലറി 5,000 പെർ മന്ത് ആയിരുന്നു. സോ 5,000 × 12 നമ്മൾ എഴുതുന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% വെച്ചിട്ടാണ് എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. 5 lakh 4 lakh ആണ്. 5% വെച്ചിട്ട് 45,000ഉം സാലറി 60,000ഉം വന്നു. പിന്നെ പറഞ്ഞിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ജനറൽ റിസർവിലേക്ക് എന്നാണ്. സോ 8 lakh ആണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% എന്ന് പറയുമ്പോൾ 80,000 വരും. അതും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 6,15,000 ആണ് വരുന്നത്. അതിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? 7:3 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ 7:3 എക്സിന് 4,30,500ഉം വൈക്ക് 1,84,500ഉം ആണ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മളോട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് രണ്ടും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ടും കൂടി അവിടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എന്ത് മാത്രമേ എഴുതുന്നുള്ളൂ? ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന 5 lakhും അതുപോലെ തന്നെ 4 lakhും അത് മാത്രം ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ 5 lakhും 4 lakhും റെക്കോർഡ് ചെയ്യുക, ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് എഴുതാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം. ഓൾറെഡി നമ്മൾ P&L അപ്രോപ്രിയേഷനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവിടേക്ക് എഴുതിയാൽ മതി. സോ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നു, വൈയുടെ സാലറി എഴുതുന്നു. P&L അപ്രോപ്രിയേഷനിൽ നിന്ന് നമുക്ക് പാർട്ട്നേഴ്സിന് കിട്ടിയ എമൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട് നമ്മൾ അവിടേക്ക് എഴുതുന്നു. നെറ്റ് പ്രോഫിറ്റ് അല്ല, ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിലേക്ക് എന്തൊക്കെയാണ് എഴുതാനുള്ളത്? ഡ്രോയിങ്സ് മാത്രമേ ഉള്ളൂ. 72,000ഉം 50,000ഉം ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക, ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിന് വരുന്ന എമൗണ്ട് 3,83,500ഉം വൈയുടേത് 2,14,500ഉം ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ റിസർവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 7:3. Their fixed capital account as on 1st April 2022 stood at 5 lakh 4 lakh. Partners are allowed interest on capital at 5% per annum. Drawings of X and Y were 72,000 and 50,000 respectively. Profit for the year before allowing interest on capital and salary to Y at 5,000 per month was 8 lakh. 10% of the divisible profit is to be set aside for general reserve. So ഇവിടെ വ്യത്യാസം എന്താണ്? ക്വസ്റ്റ്യനിലെ വാല്യൂസും എല്ലാം സിമിലർ ആണ്. ഓൺലി ഡിഫറൻസ് 10% ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. ആ എമൗണ്ടിലാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യുമ്പം 8 lakh എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വൈയുടെ സാലറി എഴുതി, ജനറൽ റിസർവ് എഴുതുമ്പം നമ്മുടെ P&L അപ്രോപ്രിയേഷന് ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട്, അതായത് ജനറൽ റിസർവ് എഴുതുന്നതിന് മുൻപ് നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 6,95,000 ആണ്. അതിൻ്റെ 10% വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. തൊട്ട് മുൻപത്തെ ക്വസ്റ്റിന് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 lakh ആണ്. അവിടെ 8 lakhിൻ്റെ 10% ആണ്. ഇവിടെ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതാനുള്ള എല്ലാ ഐറ്റംസും എഴുതി ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഇവിടെ ബിഫോർ ജനറൽ റിസർവ് വരുന്ന വാല്യൂ 6,95,000 ആണ്. അതിൻ്റെ 10% ആണ് 69,500. ഇനി ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 7:3 രണ്ട് പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യുക. സോ എക്സിന് 4,37,850ഉം വൈക്ക് 1,87,650ഉം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരിടത്ത് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്, ഇവിടെ 10% ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അത് മാത്രമാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. Their capital as on 1st April 2022 were 5 lakh each. Partners are allowed interest on capital at 5% per annum. Drawings of each partners were 1 lakh. Salary is to be allowed to be at 5,000 per month. Net profit for the year ended 31st March 2023 was 8,80,000. 10% of net divisible profit is to be set aside to general reserve. Prepare profit and loss appropriation. So ഇവിടെ എന്താ വ്യത്യാസം? നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ല, ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല, നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എഴുതുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 50,000, സാലറി 5,000 × 12 60,000,
ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ്, അതായത് നമ്മൾ ടോട്ടലി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്, ജനറൽ റിസർവിന് മുൻപ് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 7,70,000 ആണ്. സോ 7,70,000 ഇൻറ്റു 10/110 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ജനറൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. സോ നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എടുക്കുക. അത് ടോട്ടലി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 7 lakh വരും. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എയ്ക്കും ബിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവർ ഈക്വലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 2 പാർട്ട്നേഴ്സിനും 3,50,000 ഈച്ച് റിസീവ് ചെയ്യും. സോ ഇതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു, നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് പറഞ്ഞു. സോ ഇതിൽ ഓരോ ക്വസ്റ്റ്യനിലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അപ്രോപ്രിയേഷനും ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ്, ഇത് 2 രീതിയിലും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ചെയ്യാം. അപ്രോപ്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുക. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ റേഷ്യോ, പാർട്ട്നേഴ്സിൻ്റെ അപ്രോപ്രിയേഷൻ്റെ റേഷ്യോയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്രോപ്രിയേഷൻസ് പേ ചെയ്യുക. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞു, അതിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ഓരോ പീരീഡിലും എങ്ങനെയാണ് അഡീഷണൽ ക്യാപിറ്റൽ വന്നാൽ, വിഡ്രോവൽസ് വന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ജനറൽ റിസർവിൽ നിന്നുള്ള ട്രാൻസ്ഫർ, അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ മൊത്തത്തിൽ സമ്മറി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഈ ഏരിയാസ് നല്ലതുപോലെ റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക്